രാഹുൽ മാങ്കുടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിലെ വാദം കേൾക്കുന്നത് 30ലേക്ക് മാറ്റി. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് രാഹുലിന്റെ അറിവോടെയാണെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് SIT ഹർജി നൽകിയത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മറിയം ജോസാണ് ഹർജി പരിഗണിക്കുന്നത്. അതിജീവിതയെ ഫോൺ വിളിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കുടത്തിലിനെ കോടതി താക്കീത് ചെയ്തതിന് പിന്നാലെയാണ് ഫെനി നൈനാന്റെ നേതൃത്വത്തിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് അതിജീവിത SITക്ക് പരാതി നൽകിയത്. രാഹുൽ മാങ്കുടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിലെ വാദം കേൾക്കുന്നത് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ ഹർജിയിലെ വാദം കേൾക്കുന്നത് 30ലേക്കാണ് മാറ്റിയിട്ടുള്ളത്. രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാൻ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് രാഹുലിന്റെ അറിവോടെയാണ് എന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ SIT ഹർജി നൽകിയിട്ടുള്ളത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മറിയം ജോസ് ആണ് ഈ ഒരു ഹർജിയൊക്കെ പരിഗണിക്കുന്നത്. എന്തായാലും അതിജീവിതയെ ഫോൺ വിളിച്ചു എന്ന കേസിൽ രാഹുൽ മാങ്കുടത്തിലിനെ കോടതി താക്കീത് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫെനി നൈനാന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് അതിജീവിത SITക്ക് പരാതി നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കുടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആവശ്യം. ഈ ഒരു ആവശ്യത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിലെ വാദമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ ഹർജിയിലെ വാദം 30ലേക്ക് കേൾക്കുന്നത് 30ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് രാഹുലിന്റെ അറിവോടെയാണെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് SIT ഹർജി നൽകിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2025 ആഗോളതലത്തിൽ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അന്താരാഷ്ട്ര നാണയ നിധി 2026 ഏറ്റവും പുതിയ ലോക സാമ്പത്തിക വീക്ഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. IMFന്റെ GDP റാങ്കിൽ 4.44 ലക്ഷം കോടി ഡോളർ GDPയുള്ള ജപ്പാനും 4 ലക്ഷം കോടി ഡോളർ GDPയുള്ള ബ്രിട്ടനും പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 2025-26 സാമ്പത്തിക വർഷം രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 3.92 ലക്ഷം കോടി ഡോളറാണ്. രൂപയുടെ തുടർച്ചയായ മൂല്യ തകർച്ചയാണ് പ്രധാനമായും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ 30.8 ലക്ഷം കോടി ഡോളർ GDPയുമായി US ആണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമത്. 19.6 ലക്ഷം കോടി ഡോളറുമായി ചൈനയും 4.7 ലക്ഷം കോടി ഡോളറുമായി ജർമ്മനിയുമാണ് 2-3 സ്ഥാനങ്ങളിലുള്ളത്.